إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യകരമായൊരു മാസത്തിൻ്റെ അവസാന നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച ഈ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയായിരിക്കും. അടുത്തൊരു വെള്ളിയാഴ്ച പെരുന്നാളാകാനാണ് കൂടുതൽ സാധ്യത. ഈ പുണ്യമാസം നമ്മോട് വിട പറയുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അഹ്ലൻ റമദാൻ എന്ന് കേട്ടിരുന്നത്, റമദാനിന് സ്വാഗതം. എന്നാൽ ഇന്നിതാ റമദാനിന് വിട പറയുന്ന പോസ്റ്ററുകളും വാക്കുകളുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളികൾ നിറഞ്ഞു കവിഞ്ഞ, ഖുർആൻ പാരായണം മുഴങ്ങിക്കേട്ട, സാഹോദര്യത്തിൻ്റെ ഇഫ്താറുകൾ എമ്പാടും നടന്ന, സദഖകൾ ഒരുപാട് നൽകിയ, ഇബാദത്തുകൾക്ക് വല്ലാത്ത അഴകുണ്ടായിരുന്ന ആ ദിനങ്ങൾ അവസാനിക്കുകയാണ്. നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ റമദാൻ നമ്മിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ അവസരത്തിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട സുപ്രധാനമായ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റമദാൻ ലഭിച്ചിട്ടും തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അവൻ നിർഭാഗ്യവാനാണ്, അവൻ തുലഞ്ഞവനാണ് എന്ന് പറഞ്ഞില്ലേ. അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസാന വെള്ളിയാഴ്ച നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഒരു സമയം കണ്ടെത്തേണ്ടതുണ്ട്, അല്ലേ? റബ്ബ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അതാണ്. നമ്മുടെ റബ്ബ് ആരാണ് സഹോദരന്മാരെ?
നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ആഗ്രഹിക്കുകയും കാത്തു നിൽക്കുകയും ചെയ്യുന്ന റബ്ബാണ് നമ്മുടെ റബ്ബ്. സ്വഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഉദ്ധരിച്ചില്ലേ? എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് നേരെ കൈനീട്ടി കാത്തു നിൽക്കുകയാണ്. ലിയതൂബ മുസീഉൻ നഹാർ, പകൽ സമയത്ത് പാപം ചെയ്ത എൻ്റെ അടിമ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹു കൈനീട്ടി സ്വീകരിക്കുകയാണ്. വയബ്സുതു യദഹു ബിന്നഹാർ, പകൽ സമയത്തും ഇതേപോലെ കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു. രാത്രി സമയങ്ങളിൽ പാപം ചെയ്ത ഇരുട്ടിൻ്റെ മറവിൽ ആരാരും കാണില്ല എന്ന് വിചാരിച്ച് റബ്ബിനെ ധിക്കരിച്ച് തിന്മകൾ ചെയ്ത അടിമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, ആരാണുള്ളത് എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ അവസാനത്തെ 10 അധികരിപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും അതാണല്ലോ. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, അള്ളാഹുവേ നീ വിട്ടുവീഴ്ച നൽകുന്നവനാണ്. അള്ളാഹുവിൻ്റെ പേര് തന്നെ അഫുവാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, പൊറുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റബ്ബ് അല്ലേ. ഫഅഫു അന്നി അല്ലെങ്കിൽ ഫഅഫു അന്നാ, ഞങ്ങൾക്ക് പൊറുത്തുതാ റബ്ബേ എന്നാണല്ലോ ആ പ്രാർത്ഥനയുടെ തേട്ടം. അതുകൊണ്ട് റബ്ബ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പാപമോചനം, തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, അള്ളാഹു തൗബ ചെയ്ത് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത് തിന്മ ചെയ്യാത്തവരായിട്ടല്ല, മറിച്ച് തിന്മ ചെയ്യുന്നവരായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ അവരിലെ ഉത്തമന്മാർ, അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തൗബയാണ്, പാപമോചനം തേട്ടമാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, എങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കാം. അതാണ് നമ്മുടെ റബ്ബ് അവനെക്കുറിച്ച് പരിചയപ്പെടുത്തിയ വാചകങ്ങളാണ് ആമുഖമായി ഓതി വെച്ച ആയത്തിലുള്ളത്. സൂറത്തു താഹയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. വഇന്നി ലഗഫാറുൻ ലിമൻ താബ, തൗബ ചെയ്ത് മടങ്ങുന്ന അടിമയോട് ഏറ്റവും കൂടുതൽ പാപം പൊറുക്കുന്നവനാണ് ഞാൻ എന്ന് അള്ളാഹു നമ്മളോട് പറയുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. തൗബ ചെയ്തു മടങ്ങുന്നവനോട് ഗാഫിർ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഗഫാർ, ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്നവൻ, എല്ലാ പാപവും പൊറുക്കും എന്നാണ് റബ്ബിനെ കുറിച്ച് അവൻ പരിചയപ്പെടുത്തുന്നത്. ലിമൻ താബ, തൗബ ചെയ്തു മടങ്ങി, വ ആമന, ഈമാൻ ശരിയാക്കിയവൻ, വ അമില സാലിഹൻ, അതിനുശേഷം അമലുകളെ നന്നാക്കിയവൻ, സുമ്മഹ്തദ, അതിനുശേഷം നേരായ വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊണ്ട ആ മനുഷ്യൻ, അവനോട് അള്ളാഹു എത്ര വലിയ തിന്മയാണെങ്കിലും അള്ളാഹു പൊറുക്കുമെന്നാണ് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ സഹോദരന്മാരെ, റബ്ബിൻ്റെ വാഗ്ദാനമാണ്, ഏതെങ്കിലും മന്ത്രിയുടെ വാഗ്ദാനമല്ല അല്ലേ. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അള്ളാഹു ഒരിക്കലും അവൻ്റെ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ തൗഹീദ് നമ്മൾ നന്നാക്കുക. തൗബയുടെ നിബന്ധനയായിട്ട് പറഞ്ഞത് ലിമൻ താബ വ ആമന, വിശ്വാസം, നമ്മുടെ തൗഹീദൊക്കെ കൃത്യമാക്കുക, ആ റബ്ബിലേക്ക് മാത്രം നമ്മളുടെ കൈകൾ ഉയർത്തുക. ആരാധനയുടെ പരിധിയിൽ വരുന്ന ഏതൊരു തേട്ടമോ പേടിയോ നമ്മുടെ എന്തൊരു അനക്കം അല്ലേ, അത് റബ്ബിന് മാത്രമായിരിക്കണം. നമ്മുടെ നേർച്ച, നമ്മുടെ വഴിപാടുകളെല്ലാം നമ്മുടെ റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം. ആ റബ്ബല്ലാത്തവരോട് ഒരിക്കലും അത് പാടില്ല. തൗബത്തുൻ നസൂഹ് ആണ് നമ്മൾ ചെയ്ത് മടങ്ങേണ്ടത്. മനസ്സറിഞ്ഞുള്ള തൗബയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്ത് മടങ്ങേണ്ടത്. അതിനെക്കുറിച്ച് ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്, ഹിയ അൻ തബ്ഗദ അദ്ദംബ കമാ അഹ്ബബ്തഹു, നമ്മൾ തിന്മ ചെയ്യുമ്പോൾ ആ തിന്മയെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ, ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ എത്രമാത്രം തിന്മയെ ഇഷ്ടപ്പെട്ടിരുന്നോ അതിലേറെ ആ തിന്മയെ വെറുക്കലാണ് തൗബ. വതസ്തഗ്ഫിറ മിൻഹു ഇദാ ദക്കർതഹു, ആ തിന്മ ചെയ്തതിനെ ഓർക്കുമ്പോൾ എല്ലാം റബ്ബിനോട് പൊറുക്കലിനെ തേടലാണ് തൗബ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മ പിന്നീട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ തൗബ ചെയ്യേണ്ടത്. പെരുന്നാളിന് സിനിമ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ അവരുടെ തൗബയല്ല അല്ലേ, സിനിമ കാണാൻ വിചാരിക്കുന്ന ആളുകൾ, റമളാൻ ഒന്ന് കഴിഞ്ഞു കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ, അത്തരക്കാർക്കല്ല തൗബത്തുൻ നസൂഹ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ പെരുന്നാൾ കഴിഞ്ഞ് പലിശ ഇടപാടൊക്കെ ശരിയാക്കാം, പലിശ ഇടപാട് തുടങ്ങി വെക്കാം എന്ന് വിചാരിക്കുന്നവർ, റമളാനിൽ നിർത്തിവെച്ച ലഹരിയും അതേപോലെ അവിഹിത ബന്ധങ്ങളും പെരുന്നാളിന് ശേഷം തുടങ്ങിവെക്കാം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള തൗബയാണ് എങ്കിൽ അത് തൗബത്തുൻ നസൂഹ് അല്ല, മറിച്ച് ആ തിന്മയെ ആത്മാർത്ഥമായി വെറുക്കുക എന്നുള്ളതാണ് തൗബത്തുൻ നസൂഹ്. ഓർമ്മ വരുമ്പോഴെല്ലാം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും പശ്ചാത്താപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തൗബത്തുൻ നസൂഹ്
എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ദിനരാത്രങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക സഹോദരന്മാർ. ഏറ്റവും നല്ല ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദർ ആകാൻ ഏറെ സാധ്യതയുള്ള രാത്രികളിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ആ രാത്രിയെ ഇനിയും നാം ഗൗരവത്തോടെ തേടേണ്ടതുണ്ട്. ഇന്ന് രാത്രിയും വരാനിരിക്കുന്ന രാത്രികളിലുമെല്ലാം ആ ലൈലത്തുൽ ഖദർ അത് സജീവമാക്കേണ്ടതുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു അതിന് നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ ആ മഹാസൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. റബ്ബ് സുബ്ഹാനഹു വതആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ തൗബ ചെയ്ത് മടങ്ങാനും നമ്മൾ പരിശുദ്ധന്മാരായി മാറുവാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ച ദാറുസ്സലാം, ആ സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് പ്രവേശിക്കാനാണ്. അല്ലെ, ദുനിയാവിൽ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു നേട്ടം നേടിക്കഴിഞ്ഞാൽ ആ സമാധാനം പരിപൂർണമല്ലല്ലോ. ഒരു വ്യക്തി ഒരുപാട് കാലം വീടുണ്ടാക്കാൻ അധ്വാനിക്കുന്നു. ആ വീടുണ്ടായിക്കഴിഞ്ഞതിന് ശേഷം പരിപൂർണമായ സമാധാനം ഇവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നാൽ ആത്യന്തികമായ സമാധാനം അത് ദാറുസ്സലാം, അത് പരലോകത്താണ്, അത് അള്ളാഹുവിൻ്റെ സ്വർഗലോകത്താണ്. അതാണ് വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. റമളാനിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നതും അത്തരത്തിലുള്ള വിശുദ്ധി കൈവരിക്കാനാണ്. റമളാനിൻ്റെ പവിത്രത പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതാണ് ഫിത്ർ സക്കാത്ത്. അല്ലേ, സ്വഹാബികൾ പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത റമദാന സക്കാത്തുൽ ഫിത്ർ അലൽ ഹുർരി വൽ അബ്ദി വൽ ദക്കരി വൽ ഉൻസ വഅലസ് സഗീരി വൽ കബീർ. നോമ്പുകാരുടെ പവിത്രതക്ക്, അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല സദഖത്തുൽ ഫിത്ർ, സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ആണിനും പെണ്ണിനും, വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും നിർബന്ധമാണ് എന്നാണ്. അതിൻ്റെ ഉദ്ദേശമായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തുഹ്റത്തൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ്. നോമ്പുകാരനിൽ വന്ന എന്തെങ്കിലും അപാകത, എന്തെങ്കിലും വീഴ്ച ഉണ്ട് എങ്കിൽ അത് ഇതിലൂടെ പരിഹരിക്കണം എന്നുള്ള ഉദ്ദേശമാണ്. വതുഅമതൻ ലിൽ മസാകീൻ, അന്നേ ദിവസം പാവങ്ങൾക്കുള്ള ഒരു വിശപ്പടക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശമാക്കുന്നത് എന്നാണ്. ഇതിൻ്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ അദ്ദാഹ ഖബ്ല അസ്സലാഹ്, നിസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും ഈ സദഖ അതല്ലെങ്കിൽ ഈ സക്കാത്തുൽ ഫിത്ർ കൊടുത്തുവെങ്കിൽ ഫഹിയ സക്കാത്തുൻ മഖ്ബൂല, അത് സ്വീകരിക്കപ്പെടുന്ന സദഖത്തുൽ ഫിത്റാണ് അല്ലെങ്കിൽ സക്കാത്തുൽ ഫിത്റാണ്. വമൻ അദ്ദാഹ ബഅദ അസ്സലാഹ്, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് കൊടുത്തത് എങ്കിൽ ഫഹിയ സദഖത്തും മിനസ് സദഖ, അത് കേവലം ഒരു സദഖയായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി നമ്മൾ സദഖത്തുൽ ഫിത്ർ അല്ലെങ്കിൽ സക്കാത്തുൽ ഫിത്ർ ഓരോ വ്യക്തിയുടേതും നമ്മുടെ കീഴിലുള്ള ആളുകളുടേത് നമ്മൾ കൊടുത്തിരിക്കണം. അല്ലേ, നമ്മുടെ അയൽപ്പക്കത്തോ നാട്ടിലോ ഒരാൾ പോലും പെരുന്നാളിൻ്റെ അന്ന് പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നമ്മുടെ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത്. 2 ഉദ്ദേശങ്ങളാണ് ഇതിൽ പറഞ്ഞത്. നമ്മുടെ എന്തെങ്കിലും അപാകതയുണ്ട് എങ്കിൽ അത് പരിഹരിക്കപ്പെടാനും, പെരുന്നാളിൻ്റെ അന്ന് ഒരു വിശ്വാസി പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കീഴിൽ ആരൊക്കെയുണ്ടോ അവരുടെ സക്കാത്ത് നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. നമ്മുടെ പള്ളിയിൽ നിന്ന് സക്കാത്തുൽ ഫിത്റിൻ്റെ തുക നമുക്ക് പള്ളിയിൽ ഏൽപ്പിക്കാവുന്നതാണ്. 140 രൂപയാണ് ഒരു വ്യക്തിയുടെ തുക. അങ്ങനെ നമ്മുടെ കീഴിൽ എത്ര ആളുകളുണ്ടോ അവരുടെ ആളുകളുടെ എണ്ണമനുസരിച്ച് കണക്ക് കൂട്ടി നമ്മൾ കൊടുക്കണം. അത് കൃത്യമായി പാവപ്പെട്ട മിസ്കീനുകൾക്കും ഫക്കീറുകൾക്കുമാണ് അത് ഏൽപ്പിക്കേണ്ടത്. ആരാണ് നൽകേണ്ടത്? സദഖത്തുൽ ഫിത്ർ അല്ലെങ്കിൽ സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടത് പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ, തനിക്കും തൻ്റെ കുടുംബത്തിനും ഭക്ഷണം കഴിക്കാൻ ഉണ്ട്. അതിനപ്പുറം ഒരു 2.5 കിലോ
ഭക്ഷണം അധികമുണ്ട് എങ്കിൽ, മെച്ചമുണ്ട് എങ്കിൽ അവൻ നിർബന്ധമായും സക്കാത്തുൽ ഫിത്ർ കൊടുത്തിരിക്കണമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. നോമ്പുമായി നേരിട്ട് ബന്ധമില്ല എങ്കിൽ പോലും നമ്മൾ റമളാനിൻ്റെ 30 ദിവസങ്ങളിൽ അനുഷ്ഠിച്ചവരാണ്, പട്ടിണിയുടെ വില മനസ്സിലാക്കിയവരാണ്, അല്ലെ? പട്ടിണി മനസ്സിലാക്കിയവരാണ്. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ 360 ദിവസവും പട്ടിണിയുടെ നീരസം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? നമ്മുടെ സക്കാത്തിൻ്റെ, നമ്മളുടെ സമ്പത്തിൻ്റെ 2.5% അത് അവർക്കുള്ളതാണ്, അത് നമ്മുടേതല്ല. നമ്മളത് കൊടുത്തു വീട്ടുന്നില്ല എങ്കിൽ നമ്മളുടെ മുഴുവൻ സ്വത്തും, നമ്മളുടെ മുഴുവൻ സമ്പത്തും അത് ഹറാമാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന നമ്മളുടെ സമ്പത്തിൽ നിന്നുള്ള ഓരോ കാര്യവും അത് ഹറാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ തേടുന്നതിൽ എന്തർത്ഥമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല ഹറാമ് തിന്നുന്നവനെ പറ്റി, ഫഅന്നാ യുസ്തജാബു ലഹു, അവൻ്റെ ഭക്ഷണം ഹറാമാണ്, അവൻ്റെ പാനീയം ഹറാമാണ്, അവൻ ഹറാമിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്, എന്നിട്ട് റബ്ബേ റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥന അള്ളാഹു എങ്ങനെ സ്വീകരിക്കാനാണ് എന്നാണ്. സക്കാത്ത് കൊടുക്കാത്തവൻ, അവൻ്റെ മുഴുവൻ സ്വത്തും ഹറാമാണ്, അവൻ്റെ മുഴുവൻ സമ്പത്തും ഹറാമാണ്, അല്ലേ? അവിശുദ്ധമാണ്. 2.5% അത് അവൻ്റേതല്ല, അത് പാവപ്പെട്ടവൻ്റെതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ് ആ സക്കാത്ത്, അത് കൊടുത്തു വീട്ടണം. നമ്മൾ ഒരിക്കലും ഹറാമ് തിന്നുന്നവരായി മാറരുത് എന്നാണ്. അതുകൊണ്ട് അത് കൊടുത്തു വീട്ടുക. നമ്മുടെ പള്ളിയിൽ സക്കാത്ത് സെൽ, സംഘടിതമായ സക്കാത്ത് സെൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ അതിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടാകാം, അല്ലേ? നമ്മൾക്ക് ചിലപ്പോൾ പരിചയമുണ്ടാകില്ല. സംഘടിതമായി അതിന് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് അത്തരം ആളുകളെ കണ്ടുകിട്ടാൻ നമുക്ക് സാധിക്കും. ഒരുപാട് വിധവകൾ ഉണ്ടാകാം, ഭർത്താക്കന്മാർ മരിച്ചവർ, രോഗികളായി കഴിയുന്ന ആളുകൾ, അനാഥ മക്കൾ എത്രയോ ഉണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അപ്പം അവരൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാൻ വേണ്ടി മാസത്തിൽ എന്തെങ്കിലും തുക ലഭിക്കുമോ എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് വലിയ ഉപകാരമാകും എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. മാത്രമല്ല, സംഘടിതമായി നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആർക്കെങ്കിലും വീട് നിർമ്മിക്കാനും സ്ഥിര വരുമാനമായി എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കി കൊടുക്കുവാനും മറ്റുമൊക്കെ അത് വളരെ ഉപകരിക്കുമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ സ്വത്തിൻ്റെ, നമ്മളുടെ സമ്പത്തിൻ്റെ 2.5% അത് നമ്മളുടേതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് കൃത്യമായി കൊടുത്തു വീട്ടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ റമളാനിന് ശേഷമുള്ള ജീവിതം, സഹോദരന്മാരെ, റമളാനിന് ശേഷമുള്ള നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണം? റമളാൻ കഴിഞ്ഞാൽ നമ്മുടെ പള്ളികൾ ഒരിക്കലും ശൂന്യമാകരുത്, അല്ലേ? റമളാനിൽ നാം ശീലിച്ച തഹജ്ജുദും ജമാഅത്ത് നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും ജീവിതത്തിൻ്റെ ഭാഗമായി അത് മാറേണ്ടതുണ്ട്. ശവ്വാൽ മാസത്തിലെ 6 നോമ്പുകൾ, അല്ലേ? പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നീടുള്ള 6 നോമ്പുകൾ അത് ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? ഒരു അമലും നിലക്കുന്നില്ല എന്നാണ്. തുടർന്നും അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ ഒരിക്കലും നിലക്കുന്നില്ല എന്നാണ്. ആ 6 നോമ്പ് നോറ്റാൽ ഒരു വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. റമളാനിൻ്റെ നാഥൻ റമളാൻ കഴിഞ്ഞാലും നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ഹറാമുകളിലേക്ക്, അല്ലേ, കയറൂരി വിടുന്ന ഒരു അവസ്ഥ നമ്മൾക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വരാനിരിക്കുന്ന ഒരു റമളാൻ കൂടി കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ സഹോദരന്മാരെ. അടുത്ത വർഷം, അല്ലേ, അടുത്ത വർഷം ഇതേപോലെ പള്ളികളിൽ മനോഹരമായ തറാവീഹുകൾ നടക്കുമ്പോൾ മനോഹരമായ പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിന് നമ്മൾ സാക്ഷികളാകുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, നമുക്ക് എവിടെയായിരിക്കും? അത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട പലരും കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഈ റമളാനിൽ കൂടെയില്ല. അവർ 6 അടി മണ്ണിലാണ്. എന്തിന്? ഈ റമളാനിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇന്നും നമ്മുടെ സഹോദരന്മാർ ഒരു മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി ജുമുഅക്ക് കാത്തു നിൽക്കുകയാണ്, ജുമുഅ കഴിയാൻ വേണ്ടിയിട്ട്. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ നാം കാണിച്ച ആ ആവേശം, ആ തഖ്വ, ആ എളിമ, ദീനിൻ്റെ പേരിലുള്ള പരസ്പരം നാം ഉണ്ടാക്കിയെടുത്ത സ്നേഹബന്ധം, അതൊക്കെ എന്നും പെരുന്നാളിൻ്റെ ചന്ദ്രൻ കഴിഞ്ഞതിന് ശേഷവും അത് നിലനിൽക്കേണ്ടതുണ്ട് സഹോദരന്മാർ. ഒരിക്കലും അത് അവസാനിക്കേണ്ടതല്ല.
റമളാൻ നമ്മെ പഠിപ്പിച്ചത് എങ്ങനെ ജീവിക്കണമെന്നാണ്. റമളാൻ നമ്മെ പഠിപ്പിച്ചത് എങ്ങനെ ജീവിക്കണമെന്നാണ്. അത് മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാറ്റം ജീവിതകാലം മുഴുവനും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, ഈദുൽ ഫിത്ർ നമ്മിലേക്ക് വരികയാണ് എങ്കിൽ നിലാവ് കണ്ട ഉടനെ നമ്മൾ തക്ബീർ ചൊല്ലി തുടങ്ങണം. വലിയ സുന്നത്താണത്. പുരുഷന്മാർ ഉറക്കയും സ്ത്രീകൾ പതുക്കെയുമായി തക്ബീറുകൾ അധികരിപ്പിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് തുടങ്ങിയ തക്ബീറുകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ ഈദ് മുസല്ലയിലേക്ക് നമ്മൾ വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വരേണ്ടത്. അതാണ് സുന്നത്ത് ഈദുൽ ഫിത്റിന്. അത് റമളാൻ അല്ല, നോമ്പല്ല എന്ന് തെളിയിക്കാനും ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതൊരു സുന്നത്തായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഈദുൽ ഫിത്റിന് വരുമ്പോൾ, മുസല്ലയിലേക്ക് വരുമ്പോൾ തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് ഈത്തപ്പഴമോ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു വരലാണ് സുന്നത്ത്. അതേപോലെ 2 വഴിയിലൂടെ വരുന്നതും പോകുന്നതും വ്യത്യസ്ത വഴികൾ സ്വീകരിക്കുന്നത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്. നല്ല വസ്ത്രം ധരിക്കുക, വളരെ വിശുദ്ധരായ മനസ്സിൻ്റെ ഉടമകളായി മുസല്ലയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് നമുക്ക് എല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ മുൻവശത്തുള്ള ഗ്രൗണ്ടിലാണ് നമ്മുടെ ഈദ്ഗാഹ് സൗകര്യം ഒരുക്കുന്നത്. കൃത്യം 7:15 നിസ്കാരം തുടങ്ങും. നേരത്തെ തന്നെ ഉളു എടുത്ത് കഴിയുന്നവർ മുസല്ല എടുത്ത് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക. റമളാനിൽ ജീവിച്ച് റമളാനിൽ നമ്മൾ ഒരുപാട് ജീവിച്ചു. ആ ജീവിച്ച ശീലങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പെരുന്നാളിനൊരു സന്തോഷമുണ്ട് നമുക്ക്. അതേപോലെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് റബ്ബിനോട് ഏറ്റവും അടുത്തവരായി ജീവിച്ച് നമ്മൾ മരിക്കുമ്പോൾ പെരുന്നാളിൻ്റെ സന്തോഷം പോലെ ആ സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത നമ്മൾ കേട്ടുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ സന്തോഷം നേടിക്കൊണ്ടായിരിക്കണം ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലുള്ള അനുഗ്രഹം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ നമ്മൾ പാപികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് അവർക്ക് അല്ലാഹു കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് അല്ലാഹു ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ റമളാനും ഖുർആനുമൊക്കെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരവസ്ഥ നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രതികൂലമായി നമുക്കെതിരെ സാക്ഷി പറയുന്ന ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ജോലികളിലും അല്ലാഹു നല്ല ബറക്കത്തും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചവർക്ക് ജന്നാത്തുൽ ഫിർദൗസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ മഹാസൗഭാഗ്യം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പുകാർ മാത്രം കടക്കുന്ന സ്വർഗ്ഗ കവാടമായ റയ്യാനിലൂടെ കടക്കുന്ന യഥാർത്ഥ സൗഭാഗ്യം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم تقبل منا صيامنا وقيامنا وركوعنا وسجودنا وسائر أعمالنا إنك سميع الدعاء. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم اجعلنا ممن كتبت له العتق من النار يا حي يا قيوم. اللهم ارحم موتانا واشف مرضانا. اللهم ارحم موتانا واشف مرضانا. اللهم ارحم موتانا واشف مرضانا وتول أمرنا وأصلح أحوالنا. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وضلع الدين وغلبة الرجال. اللهم إنا نسألك رضاك والجنة. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم حرم وجوهنا على النار. اللهم حرم وجوهنا على النار. اللهم حرم وجوهنا على النار. اللهم اغفر للمؤمنين والمؤمنات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.